രാഹുലെ LDF മൊത്തം ഒരു തകർച്ചയുടെ പടിവാതിൽക്കുളം ചെന്നിരിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി ആ തകർച്ച പൂർണ്ണമാകുവാൻ തുടർഭരണം വരുമെന്നുള്ള വിശ്വാസം സഖാക്കൾക്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സഖാക്കൾക്ക് പൊതുവെ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കിംവദന്തി മുഖ്യമന്ത്രി മാത്രം വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, ബാക്കി മന്ത്രിമാർക്ക് ദയനീയ പരാജയമെന്നാണ്. എന്താണ് ഇതിൻ്റെ വാസ്തവം? ദയനീയ പരാജയമൊന്നുമല്ല, മുഖ്യമന്ത്രി മാത്രം സേഫ് സോണിലുണ്ട്. അത് 100% വിജയിക്കുമെന്ന് ഉറപ്പുള്ള മുഖ്യമന്ത്രി മാത്രമാണ്. ബാക്കി എല്ലാവർക്കും കൃത്യമായിട്ട് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള മത്സരം ബാക്കി എല്ലാ മന്ത്രിമാർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ പല മന്ത്രിമാരും തോൽക്കുമെന്നുള്ളൊരു വിഷയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ചയായിരുന്നു. ഏകദേശം 7-8 മന്ത്രിമാർ മാത്രമാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ വി ഡി സതീശൻ്റെ ഭാഷയിലാണെങ്കിൽ 1 ഡസൻ മന്ത്രിമാർ തോറ്റുപോകും. വി ഡി സതീശൻ കൃത്യമായിട്ടുള്ള നിലപാടിലാണ്. ഈ 1 ഡസൻ മന്ത്രിമാർ തോറ്റു പോവുകയാണെങ്കിൽ എന്തായിരിക്കും, അത് കഴിഞ്ഞ കാലത്തെ പിണറായി വിജയൻ ഭരണത്തെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കണ്ടത് എന്നുള്ളത് ഈ മന്ത്രിമാരുടെ വിജയത്തോടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ടൊരു മന്ത്രിയായിരുന്നു വീണ ജോർജ്. അവസാന ഘട്ടത്തിൽ LDF ഇപ്പോൾ പറയുന്നത് 8000 വോട്ടിന് വീണ ജോർജ് വിജയിക്കുമെന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പല മണ്ഡലങ്ങളും പല ആളുകളുടെയും കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച മണ്ഡലങ്ങളാണ്. ഇപ്പോൾ തൃത്താല പോലുള്ള മണ്ഡലങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം ടൈറ്റ് ഫൈറ്റാണ്. ഇപ്പോൾ പി രാജീവ് കളമശ്ശേരി അവിടെയാണെങ്കിൽ പോലും ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ കാലഘട്ടത്തിൽ എന്താണ്, ഒരു മന്ത്രിയാണ്, ആ മന്ത്രി അവിടെ നിന്ന് വിജയിച്ച് അദ്ദേഹം മന്ത്രിസഭയിലൊക്കെ പോയി അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്നൊരു നേതാവായി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റുള്ള മണ്ഡലങ്ങളിൽ പോയി നിന്ന് അവിടെ പ്രചരണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു നേതാവായിട്ടാണ്. ഇപ്പോൾ വി ഡി സതീശനെ പോലുള്ള നേതാക്കന്മാർ എല്ലാ ദിവസങ്ങളിലൊന്നും പറവൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ സമയത്ത് അദ്ദേഹം പല മണ്ഡലത്തിലും ക്യാമ്പയിനുകളുമായി പോയിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ മുഖ്യമന്ത്രി 8 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടത്, അതായത് മണ്ഡലത്തിലുണ്ടായത്. ബാക്കി എല്ലാ ദിവസവും മറ്റു മണ്ഡലങ്ങളിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു മന്ത്രിമാരും ഇല്ലായിരുന്നു. എല്ലാ മന്ത്രിമാർക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് അന്ന് തൊട്ട് ആ മണ്ഡലത്തിൽ നിൽക്കേണ്ട ഒരവസ്ഥയായിരുന്നു. ആ മണ്ഡലത്തിന് വെളിയിലേക്ക് ഒന്ന് അനങ്ങാനോ ഒന്ന് പോകാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് UDF കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് UDFിൻ്റെ ഒരു വിജയം കൂടിയാണ്. ഇത്രയും മണ്ഡലങ്ങളിൽ വലിയ ഫൈറ്റ് ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ UDFിൻ്റെ വിജയമാണ്. മന്ത്രിമാർ മത്സരിച്ച മണ്ഡലങ്ങൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ മണ്ഡലം തന്നെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ വലിയ ഫൈറ്റ് നടന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. 1 ലക്ഷത്തിനടുത്താണ് പിണറായിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നിന്നിരുന്നത്. അല്ല, അദ്ദേഹത്തിന് 97,000 ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം അത് 1 ലക്ഷമാക്കുമെന്നായിരുന്നു അവരുടെ വാദമെങ്കിൽ പോലും അവിടെ കൃത്യമായിട്ട് ഫൈറ്റ് നടന്നു. അവിടെ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോലും ഭൂരിപക്ഷം പകുതിയാക്കി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അബ്ദുൾ റഷീദ് VP ഉണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗോവിന്ദ മാഷിൻ്റെ ഭാര്യ മത്സരിച്ച മണ്ഡലം, ആ മണ്ഡലത്തിലാണ് TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി വരുന്നത്. ആ മണ്ഡലത്തിലായിരുന്നു അബ്ദുൾ റഷീദ് VP കഴിഞ്ഞ തവണ മത്സരിച്ചത്. അവിടെ ഈ TK ഗോവിന്ദൻ്റെ ഭൂരിപക്ഷം പകുതിയായിട്ട് കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേ ഒരു ആത്മവിശ്വാസത്തിലാണ് അബ്ദുൾ റഷീദ് ധർമ്മടത്തേക്ക് പോകുന്നത്. ധർമ്മടത്ത് അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. പല മണ്ഡലങ്ങളും പല സ്ഥലങ്ങളും, അതായത് LDFിൻ്റെ ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലൊന്നും പോയി വോട്ട് ചോദിക്കാൻ കഴിയാത്ത പല സാഹചര്യവും നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുമെന്നാണ്. പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം പകുതിയായിട്ട് കുറയ്ക്കാൻ കഴിയുകയാണെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു തോൽവിയാണ്. ഈ സർക്കാർ ഒരു തോൽവിയായിരുന്നു എന്ന് ജനങ്ങൾ ഒപ്പുവെക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം പകുതിയായിട്ട് കുറയുകയാണെങ്കിൽ. പക്ഷേ രാഹുലെ, ധർമ്മടം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു കോട്ടയാണ്. നമുക്കറിയാം, ഈ TK ഗോവിന്ദനുമായി മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ചതുപോലെ ആയിരിക്കില്ല ഒരിക്കലും ധർമ്മടത്ത് പിണറായിയുമായി മത്സരിക്കുമ്പോൾ. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ധർമ്മടത്തിൻ്റെ മണ്ണിലാണ്. എന്താണെങ്കിലും 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരും. ആ സമയത്ത് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിയും. ഇനിയിപ്പോൾ അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ഇവർ ഒരിക്കലും തോൽക്കില്ല എന്ന് പറയുന്ന ഗണേഷ് കുമാറാണ്. പത്തനാപുരം മണ്ഡലത്തിൽ വലിയ ടൈറ്റ് ഫൈറ്റാണ് നടന്നിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. കഴിഞ്ഞ തവണത്തെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 14,000 7,000 വോട്ടുകൾ മറിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ഡലം സുഖമായി പിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയും ടൈറ്റ് ഫൈറ്റ് നടന്നിട്ടുണ്ട്. കാരണം ജ്യോതികുമാർ ചാമക്കാല 4-5 കൊല്ലമായിട്ട് തോൽവി ഉണ്ടായതിനു ശേഷം ആ മണ്ഡലത്തിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അവിടെ വീടെടുത്ത് താമസിച്ച് ആഴ്ചയിൽ 4-5 ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളിയാണ് ഉയർത്താൻ പോകുന്നത്. അതേപോലെ തന്നെ പല മണ്ഡലങ്ങളും, ഇപ്പോൾ നേമത്തെ ശിവൻകുട്ടിയുടെ മണ്ഡലമാണെങ്കിൽ പോലും
അവിടെ ടൈറ്റ് ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രികോണ മത്സരമായിരുന്നു. അവിടെ BJPക്കാണ് മുൻതൂക്കം എന്ന് പറയുന്ന സർവേ പോളുകൾ കണ്ടു. അപ്പോൾ ആരും സുരക്ഷിതരായിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം തോൽവി ഉറപ്പിച്ച് നിൽക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് മന്ത്രിമാർ നമ്മുടെ മുന്നിലുണ്ട്. ഇവരെല്ലാം വളരെയധികം ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു. ഇപ്പോൾ CPIയുടെ മന്ത്രിമാരാണെങ്കിലും ചിഞ്ചു റാണിയാണെങ്കിലും വിജയിക്കുന്ന മന്ത്രിമാരിലാണ് കൂട്ടിയിരിക്കുന്നത്. എന്നാലും ചിഞ്ചു റാണിക്ക് അവിടെ കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നതെന്നൊരു യാഥാർത്ഥ്യമാണ്. വലിയ ശക്തമായിട്ടുള്ള മത്സരമാണ്. 5 കൊല്ലമായിട്ട് ചിഞ്ചു റാണി എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഈ 20 മന്ത്രിമാരെടുത്തു കഴിഞ്ഞാലും ഇവരുടെ എല്ലാം ചോദ്യം വരുന്നത് ഇത്രയും 5 കൊല്ലമായിട്ട് ഇവരെന്താണ് ഈ മണ്ഡലത്തിൽ ചെയ്തത് എന്നാണ്. അപ്പോൾ മന്ത്രിമാരൊക്കെ ആയിരിക്കും മന്ത്രിയായി എന്നതിൻ്റെ പേരിൽ 5 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാലഗോപാൽ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹം കുറച്ച് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ആരാണ്? ആ മണ്ഡലത്തിൽ അതിനു മുന്നിൽ, അതായത് KN ബാലഗോപാൽ മത്സരിക്കുന്നതിന് മുന്നേ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഐഷ പോറ്റിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ടൈറ്റ് ഫൈറ്റ് എന്നതിനപ്പുറത്തേക്ക് വിജയസാധ്യത, വിജയിക്കുമോ ജയിക്കുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് ഇവിടെ ബാക്കി. 4-ാം തീയതിക്ക് ശേഷം എന്താണെങ്കിലും അറിയാം എന്താണ് കേരളത്തിലെ ജനത അവർ ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത്, എന്താണ് ഈ സർക്കാരിന് കൊടുക്കാൻ പോകുന്ന മറുപടി എന്നത്.